കോവയ്ക്ക് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ചതച്ചിട്ടാണ് പുരട്ടി വയ്ക്കുന്നത്. പിന്നെ കടച്ചക്കയും ചക്കക്കുരുവും കൂടി വറുത്തരച്ച് വെക്കാനായിട്ട്. പിന്നെ രാവിലെ തന്നെ ഏട്ടൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ തന്നെ പായസത്തിനുള്ള ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ലൂസായിട്ടൊക്കെ കിട്ടോട്ടെ ഇവിടെ വാങ്ങിക്കാനായിട്ട്, ക്യാഷിനിട്ട് മുന്തിരിയൊക്കെ. അപ്പോൾ ഇന്ന് വെള്ളയപ്പായിരുന്നു. വെള്ളയപ്പം എനിക്ക് പണി തന്നു ശരിയായില്ല. ചില ദിവസം ശരിയാവും, ചില ദിവസം ശരിയാവൂല. അപ്പോൾ ഇന്ന് ശരിയാവാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ഒഴിച്ച് അത്യാവശ്യം ശരിയാക്കിയൊക്കെ എടുത്ത്. പിന്നെ കടലക്കറി ആയിരുന്നു അപ്പത്തിന്. പിന്നെ ഇന്ന് പായസം ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏട്ടൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ഞാൻ ഷോപ്പിലേക്ക് ചേച്ചിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ഷോപ്പിലേക്ക് പോയി ചെന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കൊടുക്കാനുള്ളത്. അതൊക്കെ വേഗം വേഗം തീർത്തു. അപ്പോഴേക്കും ചേച്ചി വന്നു കേട്ടോ. ചേച്ചി വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. ഞാനൊന്ന് നേരത്തെ പോയിട്ടോ. അവള് സാധാരണ വരുന്ന സമയത്ത് തന്നെയാണ് വന്നത്. ഞാൻ കുറച്ച് നേരത്തെ പോയി. അപ്പോൾ ഏട്ടനാണെങ്കിൽ പൂജയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ വണ്ടി കയറിപ്പോയി. എനിക്ക് നടന്നു പോകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഏട്ടനൊരു ഷർട്ടും കൂടെ എടുത്തോട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു.